ഭരണഘടനാ വിരുദ്ധം കർണാടകയിലെ തഗ് ലൈഫ് നിരോധനം ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ ഹർജി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. തഗ് ലൈഫിന്റെ കർണാടകയിലെ നിരോധനം ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ പൊതു താൽപര്യ ഹർജി. എം മകേഷ് റെഡ്ഡി എന്ന വ്യക്തിയാണ് ഹർജി സമർപ്പിച്ചത്. സെൻസർ ബോർഡ് അംഗീകരിച്ച ചിത്രത്തിന് കർണാടകയിൽ ഏർപ്പെടുത്തിയ നിരോധനം ഭരണഘടനാ വിരുദ്ധമാണെന്ന് ഹർജിയിൽ പറയുന്നത്. ജസ്റ്റിസ് പ്രശാന്ത് കുമാർ മിശ്ര, ജസ്റ്റിസ് മൻമോഹൻ എന്നിവരുടെ ബെഞ്ച് കേസ് വെള്ളിയാഴ്ച പരിഗണിക്കും. ചിത്രം പ്രദർശിപ്പിച്ചാൽ തിയേറ്ററുകൾക്ക് തീയിടുമെന്ന് തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾ പരസ്യഭീഷണി മുഴക്കിയിട്ടുണ്ടെന്ന് ഹർജിക്കാരന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ അഡ്വക്കേറ്റ് നവപ്രീത് കൗർ കോടതിയെ അറിയിച്ചു. തിയേറ്ററുകൾക്ക് സുരക്ഷയൊരുക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു. കേസ് പരിഗണിക്കാൻ ജസ്റ്റിസ് പി കെ മിശ്രയുടെ ബെഞ്ച് വിസമ്മതിച്ചിരുന്നു. ഹൈക്കോടതിയെ സമീപിക്കാൻ ജസ്റ്റിസ് മിശ്ര ഹർജിക്കാരനോട് ആവശ്യപ്പെട്ടു. ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരുന്നതായും അനുകൂല വിധിയുണ്ടായില്ലെന്നും ഹർജിക്കാരന്റെ അഭിഭാഷകർ അറിയിച്ചതിനെ തുടർന്നാണ് കേസ് വെള്ളിയാഴ്ച പരിഗണിക്കാൻ സുപ്രീം കോടതി തീരുമാനിച്ചത്. ജൂൺ 5-ന് ആഗോള റിലീസായി പ്രദർശനത്തിനെത്തിയ ചിത്രം കർണാടകയിൽ റിലീസ് ചെയ്തിരുന്നില്ല. തഗ് ലൈഫിന്റെ പ്രമോഷൻ പരിപാടിയിൽ കന്നഡ ഭാഷ തമിഴിൽ നിന്നുണ്ടായതാണെന്ന കമലഹാസന്റെ പരാമർശം കർണാടകയിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. പരാമർശത്തിൽ മാപ്പ് പറയാത്തിടത്തോളം കമലഹാസൻ ചിത്രങ്ങൾ കർണാടകയിൽ പ്രദർശിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് കർണാടക ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക.